വെൽക്കം ടു അവർ ചാനൽ. ലോകസഞ്ചാരം അവസാനിപ്പിച്ച് താമസത്തിനുള്ള ഹോട്ടൽ ആക്കി മാറ്റിയ വലിയ ഒരു ആഡംബര കപ്പലിലെ വിസ്മയ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വീൻ എലിസബത്ത് II. അതിൻ്റെ മുൻപിൽ തന്നെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്ത ശേഷം ചെക്ക് ഇൻ ചെയ്യാനായി ഹോട്ടൽ റിസപ്ഷനിലേക്ക് പോകാവുന്നതാണ്. റിസപ്ഷനിലെത്തി റിസപ്ഷൻ അടുത്തായി അതിവിശാലമായ ഒരു വിസിറ്റിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. ചെക്ക് ഇൻ ചെയ്ത ശേഷം മുൻപിലുള്ള ഒരു ഗ്ലാസ് ഡോർ വഴി കപ്പലിൻ്റെ അടുത്ത് എത്താവുന്നതാണ്. അതിനടുത്തായി ഒരു ബ്രിഡ്ജുണ്ട്. അവിടെയായി ഡെക്കുകളിലേക്കുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ കെട്ടിടങ്ങളിൽ കാണാറുള്ള പോലെയല്ല ഫ്ലോർ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലാണ് ഫസ്റ്റ് ഡെക്ക് ഉണ്ടാവുക, ഏറ്റവും താഴെ 5th ഡെക്ക്. മുൻപിൽ കാണുന്ന ബ്രിഡ്ജ് വഴി കപ്പലിൽ പ്രവേശിക്കാം. അവിടെ ഡെക്കുകളിലേക്ക് പോകേണ്ട ലിഫ്റ്റുണ്ട്. നമുക്ക് പോകേണ്ടത് ഡെക്ക് 1ലാണ്. ലിഫ്റ്റിൽ കയറി ഡെക്ക് 1 സെലക്ട് ചെയ്യാം. 1967 ബ്രിട്ടീഷ് ഷിപ്പിംഗ് കമ്പനിയായ ജോൺ ബ്രൗൺ ആൻഡ് കമ്പനിയാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. ആദ്യ യാത്ര 1969. ഒട്ടനവധി രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ 2008 നവംബർ 27 ആണ് ഈ കപ്പൽ സഞ്ചാരം അവസാനിപ്പിക്കുന്നത്. ലിഫ്റ്റിൽ നിന്നിറങ്ങി റൂം അന്വേഷിച്ച് നടന്നു തുടങ്ങി. അവിടെ വലിയ ഒരു കോറിഡോർ കാണാം. കുറച്ചധികം നടക്കാനുണ്ട്. അത്രത്തോളം വലിപ്പമുണ്ട് കപ്പലിന്. കോറിഡോറിൻ്റെ ഇരുവശവും വുഡൻ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ നന്നായി കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഒരു കപ്പലിലാണെന്ന് തോന്നുകയേയില്ല. റൂമിലെത്തി. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയ റൂമാണ് ലഭിച്ചത്. നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള റൂമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. 200 ദിർഹം മുതൽ സ്യൂട്ട് റൂം വരെ ഉണ്ടതിൽ. റൂമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ ഒരു വെൽക്കം മെസ്സേജ് കാണാം. സാധാരണഗതിയിൽ മുറികൾക്ക് 2 വ്യൂ ആണുള്ളത്, സീ വ്യൂ ആൻഡ് സിറ്റി വ്യൂ. ഞങ്ങൾക്ക് ലഭിച്ചത് സിറ്റി വ്യൂ റൂമാണ്. അത്യാവശ്യം സൗകര്യങ്ങളുണ്ട്. അതിലൂടെ പുറത്തെ ദുബായിലെ കാഴ്ചകൾ കാണാൻ സാധിക്കും. പുറം കാഴ്ചകൾ കാണാനായി ഡെക്ക് പവലിയനിലെത്തി. പവലിയൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ലിഡോ റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ്. ഷിപ്പിൻ്റെ വലിപ്പം പോലെ തന്നെ അതിവിശാലമായ ഒരു പവലിയനാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ വിശ്രമിക്കാനും പുറം കാഴ്ചകൾ കാണാനുമായുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പവലിയനിൽ നിന്നാൽ തന്നെ ദുബായിയുടെ ഏറെക്കുറെ ഭംഗി ആസ്വദിക്കാനാകും. പോർട്ട് റാഷീദിലാണ് ഈ കപ്പൽ സ്ഥിതി ചെയ്യുന്നത്. നവംബർ 27 ഈ കപ്പൽ സഞ്ചാരം അവസാനിപ്പിക്കുന്നത്. 2018 ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടലായി ദുബായിലുള്ള പോർട്ട് റാഷീദിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നായി ഒരുപാട് വിദേശികൾ വന്ന് താമസിക്കുന്ന ഒരു പ്രസിദ്ധമായ ഹോട്ടലാണിത്. ഈവനിങ്ങിലാണ് പവലിയനിൽ ഉള്ള റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആകുന്നത്. ആ സമയം ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇരിപ്പിടങ്ങൾ 2 സൈഡിലായി ക്രമീകരിച്ചിരിക്കുന്നു. സീഷ പോലുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കപ്പലിൻ്റെ മുകൾ ഡെക്കിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്. കപ്പലിൻ്റെ ഉൾവശത്തുകൂടി മുകളിലെത്താവുന്നതാണ്. പവലിയൻ്റെ അടുത്ത് തന്നെയാണ് ലിഡോ റെസ്റ്റോറൻറ്റ്.
അതിവിശാലമായ ഒരു റെസ്റ്റോറൻ്റാണ് അവിടെ ക്വീൻ എലിസബത്ത് ഷിപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിലെ കാഴ്ചകൾ കാണാനായി ഞാൻ മുകളിലേക്ക് കയറി. അതിവിശാലമായ ഒരു റെസ്റ്റോറൻറ്റ് അവിടെയായി ക്വീൻ എലിസബത്ത് ഷിപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കാണുന്ന വിധം അതിവിശാലമായ ഒരു റെസ്റ്റോറൻ്റാണ് ലിഡോ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി താഴേക്ക് നടന്നു. ക്വീൻ എലിസബത്ത് ഷിപ്പിൻ്റെ ഒരു മാതൃക വച്ചിട്ടുണ്ട്. കപ്പലിലെ യാത്ര നിയന്ത്രിച്ചിരുന്ന ക്യാപ്റ്റന്മാരും അവരോടൊപ്പമുള്ള സ്റ്റാഫുകളുടെയും ഫോട്ടോ സൂക്ഷിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 25 ക്യാപ്റ്റന്മാർ ഈ കപ്പലിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. 1969 മുതൽ 2008 യാത്ര അവസാനിപ്പിക്കുന്നത് വരെ 2.5 മില്യൺ യാത്രക്കാരെ കയറ്റിയ കപ്പലാണിത്. 20 വർഷമായി നോൺ സ്റ്റോപ്പായി വേൾഡ് വൈഡ് യാത്ര നടത്തിയിട്ടുണ്ട് ഈ കപ്പൽ. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ക്യാപ്റ്റൻ്റെയും ക്രൂവിൻ്റെയും ഡ്രസ്സിംഗ് കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കപ്പലിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള ഒരു രാത്രികാല കാഴ്ചയാണ്. പുറം സൈഡിലേക്ക് നോക്കിയാൽ ദുബായ് അതിവിശാലമായി കാണാൻ സാധിക്കും. ദീപാലങ്കൃതമായ ദുബായിയുടെ സിറ്റി വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറൻറ്റിൽ എത്തി. അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഉള്ളതിന് സമാനമായ ഒരു റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മുകളിലെ കാഴ്ചകൾ കാണാനായി അപ്പർ ഡെക്കിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ദുബായിയുടെ കുറച്ച് പകൽ പുറം കാഴ്ചകളും.
മുകൾ അപ്പർ ഡെക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ സൈഡിൽ തന്നെയുള്ള ലിഫ്റ്റ് ഉപയോഗിച്ച് അപ്പർ ഡെക്കിലെത്തി. അപ്പർ ഡെക്കിലെത്തുമ്പോഴും അതിവിശാലമായ ഒരു കോറിഡോർ കാണാൻ സാധിക്കും. എല്ലാ സ്ഥലവും വളരെ ഭംഗിയായി വൃത്തിയായും സൂക്ഷിച്ചിരിക്കുന്നു. പുതുമയോടുകൂടി തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കാറുള്ള യാത്രകളാണ് പലപ്പോഴും കപ്പൽ യാത്രകൾ. ആ സമയങ്ങളിൽ സമയം ചിലവിടാനും വിനോദത്തിനും വേണ്ടിയുള്ള എല്ലാ സംവിധാനവും കപ്പലിൽ ഒരുക്കിയിട്ടുണ്ട്. അതിവിശാലമായ ഒരു കാസിനോ നമുക്കിവിടെ കാണാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാസിനോയാണിത്. അതിൻ്റെ വിശാലത കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സമയം എത്രമാത്രം സഞ്ചാരികളിൽ കപ്പലിൽ ഉണ്ടാകുമെന്ന്. പല തരത്തിലും സൈസിലുമുള്ള കാസിനോകളാണ് അവിടെയുള്ളത്. ഒരേ സമയം തന്നെ ഒട്ടനവധി പേർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കാസിനോകൾ. അതിനടുത്തായി തന്നെ ഒരു തിയേറ്റർ ഉണ്ട്. കാസിനോയോട് ചേർന്ന് തന്നെയാണ് ആ തിയേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ സൈഡിലുള്ള ഡോർ വഴി മുന്നോട്ട് പോയാൽ ചെറിയൊരു ബാറാണ്. ചെറുതെന്ന് തോന്നുമെങ്കിലും അതിവിശാലമായ ഒരു ബാർ. അതിൻ്റെ പേരാണ് ക്രിസ്റ്റൽ ബാർ. എല്ലാ വിദേശ മദ്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഫുഡും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവിടെ നിന്ന് ദുബായിയുടെ സിറ്റി വ്യൂ ആണ് നമുക്ക് ലഭിക്കുക. ഇവിടെ ഇരിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം ഈ ക്രിസ്റ്റൽ ബാറിൽ ഒരുക്കിയിട്ടുണ്ട്. പഴയ കാലത്ത് എങ്ങനെയാണോ അതേ പ്രൗഢിയിൽ തന്നെയാണ് ഇപ്പോഴും ആ ബാറും ആ റെസ്റ്റോറൻറ്റും എല്ലാം നിലനിർത്തിയിരിക്കുന്നത്. ക്രിസ്റ്റൽ ബാറിൻ്റെ സൈഡിൽ കൂടി തന്നെ അവിടെ പോയാൽ ഒരു വലിയ കോറിഡോർ കാണാം. അവിടെ കുറച്ച് ഇരിപ്പിടങ്ങളും ഉണ്ടാകും. വൃത്തിയായി ഭംഗിയായും സൂക്ഷിച്ചിരിക്കുന്ന ഒരിടം. അവിടെയുമുണ്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ്. മൗറിറ്റാനിയ എന്നാണ് അതിൻ്റെ പേര്. ഒരു ചെറിയ ബാറും അതിൻ്റെ അടുത്തായി ഉണ്ടാകും. അതിൻ്റെ സൈഡിൽ കൂടി പോയാൽ എത്തുന്നത് ക്യൂൻ ഗ്രിൽ ലോഞ്ചിലാണ്. ആ കാലഘട്ടത്തിൽ ഗ്രിൽ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്ന വിശാലമായ ഒരു ഹാളാണിത്. ഗ്രിൽ വിഭവങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ഹാളാണ് ക്യൂൻ ഗ്രിൽ ലോഞ്ച്.
അവിടെ സെൻട്രലിൽ തന്നെയായി ഭംഗിയായ ഒരു ശില്പം കാണാൻ സാധിക്കും. വളരെ ഭംഗിയായ ഒരു നിർമ്മിതിയാണിത്. ക്യൂൻഗുൽഗോഞ്ചിൻ്റെ മധ്യഭാഗത്തായാണ് ആ ശില്പം സ്ഥിതി ചെയ്യുന്നത്. അപ്പർ ഡെക്കിൽ നിന്നും ബോർഡ് ഡെക്കിലേക്ക് പോയി അവിടെ ഒരു ഹെറിറ്റേജ് ടൂർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സിനും വിശ്രമിക്കാനും ഫുഡ് കഴിക്കാനുമുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിവിശാലമായ ഒരു ഭംഗിയോട് കൂടിയ ഒരു സ്ഥലം. അവിടെയും ഉണ്ട് ഒരു ബാർ. അവിടെയും അതിഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബാർ സംവിധാനമുണ്ട്. ഇതുപോലെ ഓരോ ഡെക്കുകളിലും ബാർ സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കും ക്യാപ്റ്റനും ക്രൂ മെമ്പേഴ്സിനും പ്രത്യേകമാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. വശത്താണ് സിഗ്നൽ ഡെക്ക് ഉള്ളത്. സിഗ്നൽ ഡെക്കിൽ വളരെ ഉയരത്തു നിന്നുള്ള ദുബായിയുടെ കാഴ്ചകൾ കാണാനാകും. വളരെ ദൂരെ നിന്നുള്ള കാഴ്ചകൾ വരെ സിഗ്നൽ ഡെക്കിൽ നിന്നാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു എമർജൻസി കൺട്രോൾ സിസ്റ്റവും ഉണ്ട്.
ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കപ്പലിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ്. പുറത്തുനിന്നുള്ള സന്ദേശങ്ങൾ, പുറത്തേക്കുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും പുറത്തുനിന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നതും ഇവിടെ നിന്നാണ്. കപ്പലിലുള്ള എല്ലാ ഡെക്കുകളെയും കൺട്രോൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. മൊത്തത്തിലുള്ള കപ്പലിൻ്റെ കൺട്രോളിംഗ് സംവിധാനമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. അന്ന് ഉപയോഗിച്ചിരുന്ന ക്യാപ്റ്റൻ്റെ തൊപ്പി എല്ലാം ഇവിടെ കാണാനാകും. ബൈനോക്കുലർ കൺട്രോളിംഗ് സംവിധാനങ്ങൾ, വാക്കി ടോക്കികൾ. ഇതിൻ്റെ മുകളിൽ കൺട്രോളിംഗ് സംവിധാനം കാണുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രമാത്രം സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന്, എത്ര സംവിധാനങ്ങൾ ഇതിന് ആവശ്യമുണ്ടെന്നുള്ളതും ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എത്ര നിയന്ത്രണമാണ് ഇതിന് വേണ്ടത്. സാധാരണ ഒരു ഫ്ലൈറ്റിൽ പോകുന്നത് പോലെ തന്നെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുമുണ്ട്. സന്ദേശങ്ങൾ പുറത്തേക്കും അവിടെ നിന്ന് അകത്തേക്കും ലഭിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും. മാസങ്ങളോളം പിന്നിട്ടായിരിക്കും യാത്രകൾ നടത്തേണ്ടി വരിക. അതിനടുത്തായി ചെറിയ ഒരു മുറി കാണാം. ക്യാപ്റ്റൻ സീ ക്യാബിനാണത്. ക്യാപ്റ്റന് ഇടസമയങ്ങളിൽ വിശ്രമിക്കുവാനുള്ള ഇടം വളരെ ചെറുതാണ്. കൺട്രോൾ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചെറിയ മുറി, ക്യാപ്റ്റൻ്റെ സീ ക്യാബിൻ. അന്നത്തെ ലാസ്റ്റ് യൂസ് ചെയ്തിരുന്ന ക്യാപ്റ്റൻ്റെ യൂണിഫോം അവിടെ കാണാം. അതിനടുത്ത് തന്നെയായി കുറച്ചധികം സംവിധാനങ്ങളും ഉണ്ട്. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ, മ്യൂസിക് സിസ്റ്റം, സന്ദേശങ്ങൾ റിസീവ് ചെയ്യാനുള്ള വാക്കി ടോക്കികൾ എല്ലാം അവിടെ തന്നെയുണ്ട്. ഇപ്പോഴും എല്ലാം നല്ല കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന മോട്ടറോളയുടെ വാക്കി ടോക്കികളാണ് ഏറ്റവും അധികം അവിടെ ഉള്ളത്. മോട്ടറോള കമ്പനിയായിരുന്നു അന്നത്തെ സർവീസ് പ്രൊവൈഡർ. ക്യൂൻ എലിസബത്ത് II ഡാമേജ് കൺട്രോൾ പ്ലാൻ. അതിൻ്റെ സൈഡിൽ കൂടി പുറത്തിറങ്ങിയാൽ സിഗ്നൽ ഡെക്ക് കാണാം. ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ഇത് ബർദുബായിലുള്ള ഇൻഫിനിറ്റി ബ്രിഡ്ജാണ്. വളരെ ദൂരെയായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്.
ഈ സിഗ്നൽ ഡെക്കിൽ നിന്ന് നോക്കിയാൽ നമുക്കത് വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അത്ര വ്യൂ ഉണ്ട് അതിന് അവിടെ നിന്ന് നോക്കാൻ. ഇത് ക്യാപ്റ്റൻ്റെ സ്യൂട്ട് റൂമാണ് 8101. ഏതോ ഒരു മെയിൻ്റനൻസ് നടക്കുന്ന കാരണത്താൽ നമുക്കത് തുറന്ന് കാണാൻ സാധിച്ചില്ല. അതിൻ്റെ സൈഡിലൂടെ കോറിഡോർ വഴി നമ്മൾ ലിഫ്റ്റിനടുത്തേക്ക് പോവുകയാണ്. ഇനി എത്രയും വേഗം ചെക്കൗട്ട് ചെയ്യണം. ചെക്കൗട്ടിനുള്ള സമയമായി. ക്യൂൻ എലിസബത്ത് രാജ്ഞി ആ സമയങ്ങളിൽ ഈ കപ്പൽ സന്ദർശിച്ചതും ക്യാപ്റ്റനോടൊത്തുള്ള ടൈമും എല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ കാലയളവുകളിലാണ് ക്യൂൻ എലിസബത്ത് രാജ്ഞി ഈ കപ്പൽ സന്ദർശിച്ചിട്ടുള്ളതെന്നും ഓരോ ഇവൻറ്റുകളിലും പങ്കെടുത്തിട്ടുള്ളതും എല്ലാം കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിരത്തി 1967 കപ്പൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ 2008 യാത്ര അവസാനിപ്പിക്കുന്നത് വരെയുള്ള എല്ലാ രേഖകളും കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഈ ഹോട്ടലിൽ മൊത്തത്തിൽ 447 റൂംസ്, സ്യൂട്ടുകളും ചേർന്ന് 447 റൂംസ് ഉണ്ട് ഈ ഷിപ്പിൽ മൊത്തത്തിൽ. 4 ഡൈനിങ് ഹാള്, 3 ഈവന്റ് ഹാൾ എന്നിവയുണ്ട് ഈ ഹോട്ടലിൽ. കപ്പലിലെ കാഴ്ചകൾക്ക് വിരാമമിട്ട് നമ്മൾ റിസപ്ഷനിലേക്ക് പോവുകയാണ്. വന്ന അതേ ബ്രിഡ്ജ് വഴി പുറത്തേക്ക്, കപ്പലിൽ നിന്നും പുറത്തേക്ക്. ഇനി റിസപ്ഷനിലെത്തി എത്രയും വേഗം ചെക്കൗട്ട് നടത്തണം. ക്വീൻ എലിസബത്ത് II ഒരു ദിവസത്തെ താമസം വളരെ നല്ല വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. പഴയകാല പ്രൗഢികളിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ആഡംബരമായ ഒരു ദിവസം നയിക്കുകയും ചെയ്യാം. തിരികെ റിസപ്ഷനിലെത്തി റൂം ചെക്കൗട്ട് ചെയ്തു. നമ്മളെ പിക്കപ്പ് ചെയ്യാനുള്ള കാർ എത്തി. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.